ഹലോ ആ സെറ്റായ സെറ്റായ ഹലോ ഹലോ എത്ര നാളായി നമ്മളെ കണ്ടിട്ട് കണ്ടിട്ട് ചക്കര കൂട്ടറാണോ ഞാൻ മിസ് ചെയ്ത് ഒരുപാട് ഒരു ഹഗ് താ ഒരു ഹഗ് താടാ കുട്ടാ ഇതാണ് സർപ്രൈസ് പന്ന പൊണ്ടച്ചു വെച്ചിരുന്ന ഒരു ഹഗ് ഇങ്ങോട്ട് ഇട് എന്താ മടി ഇങ്ങോട്ട് ഹഗ്ഗൊക്കെ എവിടെയാണ് കിടക്കുന്നൊന്നും കാണുന്നില്ലല്ലോ ദൈവമേ ഹഗ്ഗ് കാണത്തില്ല ഇതിൽ അതാണ് തപ്പുന്നു ഞാൻ മലയുടെ മുകളിലൊക്കെ വരുമല്ലോ ഇപ്പൊ ഇവിടെ കരയിലതാ ഞാൻ മലയുടെ മുകളിൽ ആർക്കും അങ്ങിട്ട് പോക്കർത്തരം പറയരുത് ഞാൻ ആർക്കും അക്കൊന്നും ഇട്ടിട്ടില്ല ഇല്ലാത്താരും പറയാതാ വെയിറ്റ് ഞാൻ തപ്പട്ടെ ഇതിന്റെ അകത്ത് ഹഗ് ചാകരക്കൂട് ഞാൻ ഇത്രയും നാളും അൺപ്രൊഡക്റ്റീവ് ആണെന്നല്ലേ കുട്ടി സാർക്ക് പറഞ്ഞോണ്ടിരുന്നേ അല്ലേ ആണോ അല്ലയോ ആണാണ് അല്ലേ ബ്രോ ഇച്ചിരി ബിസിയാണ് പറഞ്ഞോ അല്ലേ അൺപ്രൊഡക്റ്റീവ് ആണെന്ന് പറഞ്ഞല്ലേ ഇരുന്നേ അൺപ്രൊഡക്റ്റീവാ ഇവിടെ അൺപ്രൊഡക്റ്റീവ് എന്നാ പ്രൊഡക്റ്റീവ് എന്നാ പ്രൊഡക്റ്റീവ് ആണ് ഞാൻ എപ്പോഴാണ് പറഞ്ഞത് സാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്കറിയാം ഒരു ജോബ് ഇല്ലാത്തതിന്റെ ഒക്കെ സരക്കിന്റെ ഇപ്പൊ കൊറേ പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോ പറഞ്ഞിട്ടുണ്ട് അത് സമ്മതിക്കേ ഞാൻ ഇവിടെ ആയിരുന്നു ഇത്രയും നാളെന്ന് ചോദിക്കേ എത്ര നാളെ എവിടെയായിരുന്നു ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന്റെ പുറകിലായിരുന്നു ആണല്ലേ എന്താണ് സ്റ്റാർട്ടപ്പ് എന്താന്ന് ചോദിക്കേ ഇത് കാണാമോ ഏത് ഇത് ഈ വണ്ടിയെ വണ്ടിയുടെ പിന്നിലൊരു കഥയുണ്ട് എന്തൊരു വണ്ടിയുടെ പിന്നിലൊന്നും കാണുന്നില്ലല്ലേ ഈ വണ്ടി കേറിയിട്ട് നമ്മള് വീടൊക്കെ ക്ലീൻ ആക്കാൻ പോകും നമ്മളെ കമ്പനിയുടെ പേര് ബ്ലൂ ഹൗസ് ക്ലീനിംഗ് സർവീസ്. പ്രായത്തിലൊക്കെ കോട്ടയ്ക്ക് അവിടുത്തെ അഡ്മിൻസ് ഒക്കെ ഉണ്ടല്ലേ അടിച്ചങ്ങ് കൊല്ലണം. ഇങ്ങനെയൊക്കെ വെറുതെ സരക്കിന് ഞാൻ ഇതിന്റെ കീയും എല്ലാ ആധാരവും എല്ലാം ശരിയാണ് നോക്കി നടത്തണം കമ്പനി നോക്കി എടുത്തണം. നോക്കി നടത്താം നമുക്ക് എവിടെയൊക്കെ ഒന്ന് പോയിട്ടേ വാ കുറെ നാൾക്ക് ശേഷം വന്നല്ലേ. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോവാണ്. ഒരു വണ്ടി ഒരു വണ്ടി എടുത്താ വണ്ടി ഫുള്ളപ്പ് ഒരു വണ്ടിയുടെ ഇത് സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാൻ പോയത് എത്ര നാള് കമ്പനി വണ്ടിയാണോ? എന്റെ കമ്പനി വണ്ടി കമ്പനി ഏതാന്ന് ചോദിക്കേ. സർപ്രൈസ് ആയോ എന്റെ കമ്പനി ഏതാന്ന് ചോദിക്കേ. ബ്ലൂ ഹൗസ് ബ്ലൂ ഹൗസ് ക്ലീനിങ് സർവീസസ് ആണോ? എത്ര ദിവസമായി കണ്ടിട്ട് ആരെന്ന് അറിയത്തില്ലെന്നറിയാം. കാര്യം പറ. എന്റെ പേര് മീര എന്നാണ്. നമ്മൾ ഒരിക്കലും പരിചയപ്പെട്ടിട്ടുള്ളൂ. കാര്യം പറ. സന്തോഷല്ലേ
നല്ല രസമുണ്ട് കേട്ടോ. എന്നെ കണ്ട ഒരു ഊളനെ പോലെ. എനിക്ക് എന്തെങ്കിലും തിരിച്ചു വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം പറഞ്ഞില്ലേ ബ്ലൂ ഹൗസ് രവി താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. ആഷിഖ് അജീബ് ബ്രോ താങ്ക് യു ഫോർ മെമ്പർഷിപ്പ്. ഓരോ വീട്ടിൽ പോയി ക്ലീൻ ചെയ്ത് കൊടുക്കും. രാഹുൽ ബ്രോ താങ്ക് യു ഫോർ ദ 449 താങ്ക് യു ബ്രോ. അത് ഈ ബീച്ചിന്റെ സൈഡിലൊക്കെയാണ്. അത്യാവശ്യമാട്ടോ ഈ ക്ലീനിങ് പ്രോസസ്. ആ അവന്റെ വീട്ടില് ഫുള്ള് മറ്റേ കച്ചടയും സാധനങ്ങളൊക്കെയാണ്. സരക്കണ്ണ എപ്പോഴും മിസ് ചെയ്യോ. അയ്യോ സത്യം തക്കടേനെ ഞാനങ്ങ് മിസ് ചെയ്ത് കൊറേ. തക്കട ഒരു ഉമ്മതാ തക്കട കുട്ടി. അയ്യോ എല്ലാരും തിരിഞ്ഞു ഇത് മനഃപൂർവ്വമാണ്. എടാ പല്ലേ നിന്നെ നോക്കിക്കോ. ചെറിയൊരു മധുര പ്രതികാരം. നിന്നെ ഇതിനാടാ കഴിവറി സന്തോഷമൊക്കെ തീരുമെന്ന് പറഞ്ഞതല്ലേ. ഒരു ഉമ്മതാ സരക്ക് ഒരു ഉമ്മ. ഓയ്. അയ്യേ എന്തൊരു തറ. എല്ലാരും എന്തൊരു തറ ഇത്. താ. അയ്യേ ഞാൻ ഈ കണ്ടടിച്ചിരിക്കാം. അയ്യൊന്നും ഞാൻ കണ്ടില്ലല്ലോ നേരത്തെ. എപ്പാ ആരെടുത്ത് ആ, പണ്ട് മെറ്റ 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 മെറ്റേ ഉമ്മ താ. മെറ്റ വെറും മെറ്റ. ഉമ്മ താ. കഴിഞ്ഞോ കഴിഞ്ഞോ. അയ്യോ സാറാ ഇന്ന് ഉമ്മയൊക്കെ തരാം സാറാ. ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറേക്ക് ഇനി ഉടനെ വരാൻ പറ്റൂലല്ലേ. ഓ ബ്രോ ഇല്ല ആ അപ്പൊ പിന്നെ സാറേ എന്തായാലും ഉമ്മയൊക്കെ തന്ന് ഹാപ്പി ആക്കിട്ടേ വിടത്തുള്ളൂ. പേടിക്കണ്ട. നമുക്കൊന്ന് ട്രിപ്പ് ഒക്കെ പോവാ. അയ്യോ നമുക്ക് പബ്ജി ലോകത്തോട്ട് പോണം. അല്ല അതൊക്കെ പിന്നെ വാ. ഡ്രസ് മാറാൻ ഇത്തിരി പോണത് സാറേ ഇന്നല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ ഡ്രസ് മാറുന്ന. അന്നാ ബാ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ട്രിപ്പ് പോവാ. ആ ബുള്ളറ്റ് ഹെലി എടുത്തോണ്ടാ. ബുള്ളറ്റ് ഹെലി എടുത്തോണ്ടാ. ഫുഡൊക്കെ കഴിക്കാൻ കൊണ്ടുപോവാ. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പറയുന്നതാണ്. സരക്കണ ഇത്രയും ദിവസം വണ്ടി കഴിഞ്ഞിട്ട് എടുത്തോണ്ട് വാടാ. വണ്ടി എടുത്തോണ്ട് വാടാ തെണ്ടി. അയ്യോ എന്റെ കമ്പനി വണ്ടി എവിടെ പോയി? അയ്യോ അത് ഞാൻ കാര്യം മുക്കി കൊണ്ടുപോയി. തുരുമ്പടിച്ച് ചാവും അല്ലെങ്കിൽ ആരെയും. അതുകൊണ്ട് അതിന്റെ പൈസ ഇവിടെ കൊടുക്കാൻ വയ്യ. നോക്കിക്കാണേ. എന്റെ കമ്പനി ഞാൻ എഴുതി തരാം. അയ്യോ മറന്നു എഴുതി തരുന്നത് എങ്ങനെയായിരുന്നു? പിന്നെ കണ്ടവന്റെ ക്ലോസറ്റ് കഴിയുന്ന ജോലി എടുത്തിട്ട് അതിന്റെ പേരെഴുതി തരാം അതല്ലേ. ഇതൊക്കെ ആര്? അത് രാത്രി ഒരു കൃഷ്ണ ഇങ്ങനെ വന്നാണ് ഇങ്ങനെ വന്നാണ്. എന്റെ ചോക്ക് ഞാൻ മിസ് ചെയ്തു മൈ ഡാർലിംഗ്. വല്ലാത്ത അസുഖമാണിത്. വല്ലാത്ത അസുഖം. കേറ് 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 വണ്ടി കേറ്. തൊട്ടടുത്ത ഹോട്ടലിലാണോ എവിടെയാണോ പോട്ടെ. അഴകാലി കഫേ പോവാ. വിശന്നിട്ട് ചെയ്യാം. ചെലവല്ലേ അണ്ണാ? എനിക്കൊരു മന്തി കഴിക്കണമെന്ന് തോന്നുന്നു. ആ ഇപ്പൊ കൊണ്ടുപോവാ. തൊട്ടടുത്തൊരു കഫേ ഉണ്ട് പഴയ ബർഗർ ഷോട്ട് ഉണ്ട് അവിടെ പോവാ. ഏത് ബർഗർ ഷോട്ട്? അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട്. അവിടെ പുതിയ ഇന്ത്യയിലെ ചെലവല്ലേ അണ്ണാ? ചെറുക്കണ്ണാ. ബുള്ളറ്റേ മോനെ നീയൊക്കെ ഒരു കാലത്ത് സിറ്റി കയറാതെ നീയൊക്കെ ഇന്ന് എന്തിനാണ് സിറ്റി കയറിയത്? നല്ല കാര്യങ്ങളല്ല ഒരേ ദിവസം നടക്കണമെന്നായിരിക്കും അണ്ണാ. കമ്പനി നമ്മളെല്ലാം ഒരു വീട് നമുക്ക് തന്നാൽ നമ്മൾ ആ വീടിനെ ഒരു പഴയ വീടിനെ തന്നാൽ നമ്മൾ പുത്തനാക്കി കൊടുക്കും. ഓ അതാണല്ലേ. ആ ഇത് സെറ്റാണ്. സാറാ ഞാനൊരു കാര്യം പറയട്ടെ. ആ ഇവിടെ ഹോസ്റ്റേജ് കൊണ്ടുവരുന്നവന്മാര് ചെയ്യുന്ന ജോലിയാണ് ഈ കക്കൂസ് സരക്ക് ഞാൻ ഒരു കാര്യം ഞാൻ ഇനി അത് ചെയ്തോണ്ട് നടക്കണമെന്നാണ് സാറാ പറയുന്നത്. ഒരു ജോലിനെ നമ്മൾ കുറച്ച് കാണരുത് സരക്കെ. സാറാ എന്നും പറഞ്ഞ കക്കൂസ് എനിക്ക് പറ്റൂല. സരക്ക് കണ്ടോ ടിവിയുടെ ഗ്യാങ് ഹൗസ് കണ്ടോ? എന്തോരം പൊടി ഉണ്ടത് സരക്ക് അത് ശ്രദ്ധിച്ചാ? അല്ല അത് ചന്ദ്രൻ നോക്കിക്കോളും. ആ സിങ്കിലെ പാത്രമൊക്കെ ആര് കഴുകുന്നതാണ്? സാറേ അത് ബാബുവിന്റെ ജോലിയാണ്. അത് ബാബു ഇതിലേ പ്രശ്നവും പൈസ കൊടുത്ത് നിർത്തിക്കുകയാണ് ബാബുവിനെ. ആ ബാബുശേട്ട് അതുകൊണ്ടാണ് ബാബുശേട്ടിന് വാറിനൊന്നും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റാത്ത. വല്ലാതെ വെടിവെക്കാൻ അറിയാത്തോണ്ടല്ലോ അല്ലേ. My husband encouraged me to do this because when he saw he watched Rubber was live, he's already subscribed and now me too. Hopefully everything will be fine. Keep going and say hi to Sarah too. Hey Shreya Srinivas, thank you so much. Thank you so much. Thank you means a lot. Oh, ഏതല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു ആ കമന്റിന് താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. സരക്ക് ഡബിൾ ടീം എനിക്ക് ഡബിൾ ടീം മേടിച്ചിട്ടോ. ഡബിൾ ടീം ബർഗർ. സുനിമോനെ എന്തിനാണെങ്കിലും അവിടെ ബുള്ളറ്റെ പോയി എന്തിനാണെന്ന് വെച്ചാൽ വെടിയറാന്ന് അണ്ണന് ചെലവല്ലേ? ഡബിൾ ടീം ബർഗർ മേടിച്ചിട്ട് വാ പൈസ തരാം. കോംബോ ആ വാ ഇവിടെ വന്നിരി. ഒരു ഡബിൾ ടീന് ഫ്രഞ്ച് ഫ്രൈസ്. സരക്കിന് എന്തെങ്കിലും വേണോ?
എനിക്കൊന്നും വേണ്ട, ഞാൻ എല്ലാം കഴിച്ചിട്ടിരിക്കുകയാണ്. എന്റെ ഫുഡിൽ നിന്ന് എങ്ങനെ തോണ്ട വന്നിട്ടാണ്. സാർ എന്താണ് വേണ്ടത് പറയൂ സാർ. നിന്റെ കടയിൽ എന്തൊക്കെ ഉണ്ട് മോനെ? ഒരു മിനിറ്റ് നോക്കട്ടെ. ആ അവന് തന്നെ അറിയൂടെ കട എന്തോ ഉണ്ട്. അണ്ണാ ബർഗർ, പിസ്സ, സ്ട്രോബെറി കോക്ടെയിൽ, മാംഗോ കോക്ടെയിൽ, മിൽക്ക് ഷേക്ക്, 7up, റെഡ് ബുള്ള്, ഫിസ്, കോള, മോൺസ്റ്റർ, കോഫി, മൗണ്ടൻ ഡ്യൂ, ഇത്ര സാധനങ്ങൾ നമ്മൾ എടുത്തു. ആ സാർ അതിൽ ഏത് വേണം? ഇത്രയും കൂടെ ഉള്ളത് എന്തൊക്കെയുണ്ട്? ഞാൻ പറഞ്ഞുതരാം. സുനിമോനെ ഒന്ന് മെനു ഒന്ന് വെച്ചിട്ട് പറഞ്ഞോണ്ടില്ല. മാറ പറഞ്ഞുതരും. ഇതിന്റെ അകത്തുണ്ട്, ഇതിന്റെ അകത്തുണ്ട്, നോക്കി പറഞ്ഞാൽ മതി. ബർഗർ, പിസ്സ, ബർഗർ, ഇല്ല വെയിറ്റ് സുനി പറയും. സുനി ഇതിന്റെ നോക്കിട്ട് പറ. അയ്യോ എന്നോടാണോ? എന്റെയാണോ? ഓക്കെ. പറയൂ. What all do you have, sir? Excuse me. What kind of employee are you? I am from with you. I am your finances brother. Yeah, okay, you can continue. എന്റെ അനിയനാണ്, അതാണ് വേറെ ഒന്നുമില്ല. I'm outside India for Burger, about 2 years. Yeah, I can't understand. ഡൂഡ് വെച്ച് നീ നല്ലോണം ഇംഗ്ലീഷ് പറയല്ലേ? Sir, can you please shut up? Sir, please shut up. ഡൂഡ് വെച്ച് ഈസ് ബെറ്റർ. Okay, very funny. Shut up. നിന്റെ തൊന്നോടത്ത് വേണ്ട. നത്തിങ്. നിങ്ങളെങ്ങനെ നിക്കല്ലേ? ഇവിടെ സീറ്റ് ഒക്കെ ഉണ്ട് സാർ, പ്ലീസ്. Sure. മെനു സെലക്ട് ചെയ്തില്ലായിരുന്നു, മെനു സെലക്ട് ചെയ്തത് അതാണ്. ഞങ്ങൾ ഓർഡർ എടുത്തോളാം സാർ. അങ്ങോട്ട് അങ്ങോട്ട് സാർ ഓർഡർ. ഓ ശരി. വാ ഇവിടെ ഇരി. ഹലോ ഇവിടെ ഒന്ന് ഇരി. കണ്ടി മോന്റെ സരക്കേ ആ തുടച്ചതാണ്. തുടച്ചേരാ എന്തൊരു തുടച്ചേരാ? സീറ്റ് എടാ സുനി തുടച്ചിടുന്നു. സുനി സീറ്റ് എടാ. സോനി അല്ല, സരക്ക് ചെയ്യുന്നതിലല്ലേ റൊമാൻസ് ഇരിക്കുന്നേ. സീറ്റ് തുടങ്ങുന്നതിലൊക്കെ റൊമാൻസ് ഉണ്ടാ? തുടങ്ങട്ടെ. ആ എങ്ങനെയാണെന്ന് പറഞ്ഞ സരക്കിന് അറിയത്തില്ലേ? സരക്ക് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയോ? ഇതിനു മുമ്പ് നമ്മൾ ആദ്യമേ ലൈസോൾ അടിക്കും. ലൈസോൾ അടിച്ചിട്ട് വിനേഗർ ഇട്ട് തുടയ്ക്കും. എന്നിട്ട് എയർ സ്പ്രേയും കൂടെ ചെയ്താലാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അത് ക്ലീനിങ് മെന്റാലിറ്റി ഉണ്ടല്ലോ. അതാണ്. ലൈസോൾ അടിച്ചോ? ലൈസോൾ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഈ ലൈസോൾ ഉപയോഗിക്കുമ്പോ 99.9 കീടാണുല്ലേ പോകുള്ളൂ, ബാക്കി ഒരു കീടാണു നമ്മൾ എങ്ങനെ കളയും? ഞാനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ആ കീടാണോ ഇപ്പൊ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ഒരു കീടാണു ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ ജോലി ഇങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്നത്. എല്ലാ കീടാണും പോയാ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ വർക്ക് ചെയ്യുന്നത്? എന്റെ ശരിയാണല്ലേ? നമ്മുടെ കാര്യം കൂടെ അവര് നോക്കണ്ടേ? അതുകൊണ്ടാണ് നമുക്ക് ഫാമിലി ഉണ്ട്. വിനേഗറൂടെ നിന്റെ കടയിൽ ഞാൻ കഴിയണോ വന്നിരുന്നത്? ഓ കറക്റ്റ്. ഇനി ഒന്നുകൂടി തൊടാ. ഞാൻ എല്ലാ ഗ്രൂപ്പിലും അറിയിച്ചിട്ട് സർജ ചെയ്ത കാര്യം ഒരു മനസ്സുഖം. നീ എന്നെ കുളിപ്പിക്കാനല്ല പറഞ്ഞത്. ഇവരെയും കൂടെ ഇന്റേൺസ് ആയിട്ട് എടുത്തോ നമ്മുടെ സ്റ്റാർട്ടപ്പിലോട്ട്. അവൻ ഇവിടത്തെ കട നോക്കണ്ടേ? അവൻ ആരും വെക്കും? അപ്പൊ ഇന്റേൺഷിപ്പിന് വേണേ വരാം. സുനിമോനും ലുട്ടുമോൻ you are invited. Come on. ഒരു മെയിൽ അയക്കാം. മെയിൽ ഐഡി പറഞ്ഞേ. ലുട്ടാപ്പി@gmail.com. ലുട്ടാപ്പി മൈരനാ? ഞാൻ ഇന്ന് വൈകിട്ട് ഓഫർ ലെറ്റർ തരാം. നമുക്ക് സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് തരണം, ഒരു 5000 രൂപ. ഇവിടെ ജോലി കയറുമ്പോ ആദ്യം ഇങ്ങോട്ട് പൈസ തരണം. അങ്ങനെയാണ് നമ്മളെ അമ്മരിയിൽ. ഇറങ്ങാൻ നേരം തിരിച്ചു തരും. മനസ്സിലായില്ലേ? നീയൊക്കെ കേറിട്ട് നീ അവിടെ കേറിയിട്ട് നമ്മൾ കൊണ്ടുപോകണ വേസ്റ്റ് കുട്ടുന്ന വല്ല മന്തി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേണം അതിന് ഉത്തരം പറയാൻ. മനസ്സിലായ? നിനക്ക് തരുന്ന ജോലി എത്ര തപ്പത്തി അറിഞ്ഞില്ല ഇതുവരെ. കക്കൂസ് കഴിവരാണ് നിന്നെ വിളിക്കുന്നത്. എല്ലാത്തിനും അതിന്റെ ഡിഗ്നിറ്റി ഉണ്ട്. എടാ ഇത് മനസ്സിലായോ? നീ ഇപ്പൊ കക്കൂസ് കഴിവാൻ വന്ന്
നീ കക്കോ അവിടെ Not കക്കൂസ്, toilet. ഞാൻ മലയാളിയാണ്, എനിക്ക് കക്കൂസ് എന്നേ വരൂ. ആ കക്കൂസിൽ നിന്ന് നീ ക്ലീൻ ആക്കിയിട്ട് വന്ന വേസ്റ്റ് അതിനെ നീ കളയാതെ നീ കൊണ്ട് വഴിയരികിൽ എറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ ആര് പൈസ കൊടുക്കും? നമ്മൾ കൊടുക്കണം, മനസ്സിലായ? അതുകൊണ്ട് നീ ആദ്യമേ ഡിപ്പോസിറ്റ് 5000 രൂപ അടയ്ക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 ബിറ്റ്കോയിൻ ആണ്. അപ്പൊ ഡോളർ അടക്കം വെച്ച് വരുമ്പോൾ ഒരു ബിറ്റ്കോയിന് 1 ലക്ഷം. അപ്പൊ 5000 × 1000, അപ്പൊ 5 ലക്ഷം, 50 ലക്ഷം. നീ വേണ്ട 50 ലക്ഷം മതി. 50 ലക്ഷം എന്റെ ഉണ്ടെങ്കിൽ ഞാൻ ഈ കക്കൂസ് കഴിയാൻ പോകുന്നു. 99.9% ക്ലീൻ. ചിലപ്പോ കഴിവേണ്ടി വരും. 50 ലക്ഷം അല്ല, 5 കോടി ഉണ്ടായിട്ടും കാര്യമില്ല, കഴിവേണ്ടി വരും. കമ്പനി സിനിമനെ ക്ലോസറ്റ് എഴുതുന്ന ജോലി നിനക്ക് തന്നെ. അപ്പൊ നിനക്കാവുമ്പോ വെള്ള ഡ്രസ്സും ഉണ്ട്, തുടച്ചെടുത്താൽ കഴിഞ്ഞാൽ കറക്റ്റ് അഴുക്കുപോയെന്ന് അറിയാം. ഞാൻ പിന്നെ ചേരാം. പിന്നെ എപ്പോഴെങ്കിലും ഫ്യൂച്ചറിസ്റ്റിക് ജോബ്. ചുവപ്പ് ടോയ്ലറ്റിനും നീല ബാത്റൂമിനും. മനുഷ്യന് എന്റെ ഒരു അഭിപ്രായത്തിൽ തിരിച്ചാണ്. ആണല്ലേ? അതെ. അതെന്റെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിരുന്നു. സിനിമ ഞാനൊന്ന് ചോദിക്കട്ടെ. സിനിമ can you introduce yourself, Mr. Sunimon? JP, I am